സർക്കാരിൻ്റെ കൊള്ളയ്ക്കും മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടിനുമെതിരെ കേരള വാട്ടർ അതോറിറ്റീസ് സ്റ്റാഫ് അസോസിയേഷൻ INTUCയുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റിയുടെ കേന്ദ്ര കാര്യാലയത്തിൽ ഉപരോധം സംഘടിപ്പിച്ചു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഉപരോധ സമരം മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും DCC പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് VS ശിവകുമാർ നിർവഹിച്ചു. ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUCയുടെ ആഭിമുഖ്യത്തിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക, പെൻഷൻകാരെയും ജീവനക്കാരെയും യഥാർത്ഥത്തിൽ ആത്മഹത്യയിൽ നിന്നും അവരെ ഒഴിവാക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വളരെ പ്രാധാന്യത്തോടുകൂടി ഈ കാര്യങ്ങൾ ഗവൺമെന്റും മാനേജ്മെന്റും കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു ഉപരോധ സമരം നിവർത്തിയില്ലാതെ INTUC ഇവിടെ സംഘടിപ്പിച്ചത് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രതാപൻ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം സംസാരിക്കും. എനിക്ക് 10 മണിക്കൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നിർത്തിയ കാര്യങ്ങൾ കൂടുതലായി അദ്ദേഹം വിശദീകരിക്കും വീണ്ടും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വാട്ടർ അതോറിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഈ ഗവൺമെന്റ് ഈ ഡിപ്പാർട്ട്മെന്റിനെ, ഈ വാട്ടർ അതോറിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ജീവനക്കാർ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ അവർക്ക് കൃത്യമായ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും നൽകണ്ടേ? സർക്കാർ തലത്തിലായിരുന്നാലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലായിരുന്നാലും. അതുപോലെ തന്നെ പെൻഷൻകാർ എത്ര ദിവസമാണ് ഇവിടെ സമരം നടത്തി? ഞാനും 2-3 ദിവസം ഇവിടെ വന്നു. 6 മാസം നടന്നു. അത്രയും ദിവസം നടന്നു. 108 ദിവസം സമരം നടത്തി. പെൻഷൻ പറ്റി വീട്ടിലിരുന്ന് പിന്നെ അസുഖം ബാധിച്ച് വീട്ടിലിരിക്കേണ്ട ആളുകൾ ഇവിടെ വന്ന് ഈ വലിയ ഉപരോധ സമരം അടക്കമുള്ള സമരങ്ങൾ ചെയ്യേണ്ടുന്ന ഗതികേട് വന്നിരിക്കുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നമ്മൾ താരതമ്യം ചെയ്യണം. UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ വാട്ടർ അതോറിറ്റിയിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ UDF ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് സർക്കാർ മേഖലയിലെയും പൊതുമേഖലയിലെയും ജീവനക്കാർക്കാണ്. അവർക്ക് സംതൃപ്തമായിട്ടുള്ള തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുണ്ട് എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഇതിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കും. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ അവസാനം പെൻഷൻ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളും അതിന് ഒരു 719 കോടി രൂപ അനുവദിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കുക, ആ 719 കോടി രൂപ അനുവദിച്ചത് അത് വീണ്ടും ട്രഷറിയിലേക്ക് മാറ്റി സംസ്ഥാന ഗവൺമെന്റിന്റെ ദൂർത്തിനും കൊള്ളയ്ക്കും വേണ്ടി അത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യം. ഇവിടെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളത് പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കുന്ന എന്തിനാണ്? കുട്ടികളുടെ പഠനത്തിന് ആവശ്യം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാ. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നും ലോൺ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനിന്ന് ബിജുവായി സംസാരിച്ചു. എത്ര മാസം കാത്തിരിക്കണം? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലൊരു സാഹചര്യമുണ്ടോ? അപ്പോൾ ഈ തുക നമുക്കറിയാം, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പിരിഞ്ഞു കിട്ടേണ്ടുന്ന തുക വലിയ ചർച്ചകൾ നടത്തി 719 കോടി രൂപയായി ഫിക്സ് ചെയ്ത് ആ ഫിക്സ് ചെയ്ത തുക ലഭ്യമാകുമെന്നുള്ള സന്തോഷത്തിൽ എത്രയോ കാലത്തെ ആനുകൂല്യങ്ങൾ പെൻഷൻകാരുടെ ജീവനക്കാരുടെ ആനുകൂല്യം കിട്ടുമെന്നിരുന്നപ്പോൾ അവസാനം ബാലഗോപാലനോട് പിൻവലിച്ചോണ്ട് പോയി. എന്തൊരു ദുര്യോഗമാണ്, എന്തൊരു ക്രൂരതയാണ് തൊഴിലാളികളോട് കാണിക്കുന്നത്, പെൻഷൻകാരോട് കാണിക്കുന്നത്. അടിയന്തരമായി ആ തുക അനുവദിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നോൺ പ്ലാൻ ഫണ്ട് ഇനത്തിൽ
എത്രയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? 350 കോടി. പ്രതിവർഷം 354 കോടി രൂപയാണ് അനുവദിച്ചുകൊണ്ടിരുന്നത്. 354 കോടി രൂപ അനുവദിച്ചു കൊണ്ടത് ഇപ്പൊ 2011, 2021, 22 കാലഘട്ടം മുതൽ ഈ നോൺ പേയ്മെന്റ് പ്ലാൻ ഫണ്ട് ഉണ്ടെങ്കിലല്ലേ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയും, ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയും. ആ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ വർഷം 354 കോടി രൂപ കൊടുക്കുന്നതിന് പകരം 150 രൂപ കൊടുത്തു, 66 കോടി കൊടുത്തു, 190 കോടി കൊടുത്തു. എങ്ങനെ ശമ്പളം കൊടുക്കും? എങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുക്കും? അപ്പോൾ 699 കോടി രൂപയാണ് ആ നോൺ പ്ലാൻ ഫണ്ടിനത്തിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചങ്കൂറ്റത്തോട് കൂടി നിന്നുകൊണ്ട് ക്യാബിനറ്റിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് ജീവനക്കാർക്ക് വേണ്ടി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മന്ത്രി ഈ സ്ഥാനം വലിച്ചെറിഞ്ഞ് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. രാജിവെച്ച് പുറത്തു പോകണം. മുഖ്യമന്ത്രിയോട് സംസാരിക്കണം, ധനകാര്യമന്ത്രിയോട് സംസാരിക്കണം. ഞങ്ങളൊക്കെ ഈ കാലാകാലങ്ങളിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവര് പിണറായി വിജയനെ കാണുമ്പോൾ കവാത്ത് മറന്ന് ജീവനക്കാരെ വഞ്ചിക്കുന്ന നിലപാട് മന്ത്രി എടുക്കരുത് എന്നാണ് എനിക്ക് മന്ത്രിയോട് പറയാനുള്ളത്. ഇന്നലെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് പറയുക. INTUC-യുടെ സമരം കണ്ട് ഭയന്ന് ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സമരം പിൻവലിക്കണം, അതിനാരെ ഔദാര്യം ആവശ്യമുണ്ടല്ലോ. ഈ ആശാവർക്കർമാരുടെ സമരത്തിന് വീണ ജോർജ് സമരം നടത്തിയപ്പോൾ ആ വിളിച്ചു പറഞ്ഞതുപോലെ ആ ആശാവർക്കർമാർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവര് ചർച്ചയ്ക്ക് പോയപ്പോൾ മന്ത്രി പറഞ്ഞെന്താണ്, നിങ്ങൾ സമരം പിൻവലിക്കണം. അത് പറയാനൊരു മന്ത്രിക്ക് ഒരു ഗവൺമെന്റ് ആവശ്യമുണ്ട്. ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? 12,000 കോടി രൂപ ഈ വാട്ടർ അതോറിറ്റിയെ പണയം വെച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുമായി ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. എന്ത് വില കൊടുക്കും ഈ സ്ഥാപനത്തെ അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ സമരവുമായി INTUC കോൺഗ്രസ് മുന്നോട്ട് പോകും, UDF മുന്നോട്ട് പോകും. എല്ലാവരുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടാകും. ജോലി ചെയ്യേണ്ട ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്തൊരു ഗവൺമെന്റ്, ആനുകൂല്യങ്ങൾ കൊടുക്കാത്തൊരു ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ വേണ്ടി ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. KSRTC എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രസിഡന്റാണ് ഞാൻ. പ്രധാനമറിയാം, INTUC-യുടെ ഞങ്ങൾ TDF ആണ്. അവിടെ ഇതുതന്നെയാണ്, ഇതുപോലെ തന്നെയാണ്, അതിനേക്കാൾ ഗതികേടായിട്ട് വന്നിരിക്കുക. ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കൾ ഉണ്ടാകണം. KSRTC-യിൽ ഈ ഗണേഷ് കുമാർ വന്നതിന് ശേഷമാണ് 1 മാസം ശമ്പളം കൊടുത്തത്, ശമ്പളം കൊടുത്തത്. 9 വർഷമായി 1-ാം തീയതി ശമ്പളം കൊടുക്കില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാടാണ് തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ ഭരിക്കുന്നത്. അല്ലെ, ശമ്പളം കൊടുക്കില്ല. ഞാന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു 13 മാസം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. ആരോടും മുഖ്യമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 60 മാസവും 1-ാം തീയതി അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ അവസാന വർക്കിംഗ് ഡേയിൽ ശമ്പളവും പെൻഷനും കൊടുത്തിരുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിരുന്നു. അതാണ് UDF-ന്റെ ഗവൺമെന്റ്. ഇവിടെ എന്താണ്? ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല. ഇങ്ങനെയാണ് പോകുന്നു എങ്കിൽ ഈ സ്ഥാപനം യാതൊരു സംശയവും വേണ്ട, അടച്ചുപൂട്ടേണ്ടി വരും. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥായി ബിൽഡിംഗ് ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് നമ്മൾ തറക്കല്ലിട്ടത്. ഈ ബിൽഡിംഗ് പൂർത്തീകരിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇതിന്റെ പുറത്ത് ബോർഡ് വയ്ക്കേണ്ടി വരും. ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് ഇങ്ങനെ ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ സ്ഥാപനങ്ങൾ, അത് KSRTC ആയിരുന്നാലും വാട്ടർ അതോറിറ്റി ആയിരുന്നാലും ഇലക്ട്രിസിറ്റി ബോർഡ് ആയിരുന്നാലും ഗവൺമെന്റ് ആ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാ. ഇത് ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കച്ചവടമല്ല ഇത് നടത്തേണ്ടത്. ഇത് ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി, ഒരു പൊതുമേഖലാ സ്ഥാപനം, അതിന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. 719 കോടി രൂപ വാട്ടർ അതോറിറ്റിയുള്ള കുടിശ്ശികയാണ്, അത് നൽകാൻ തയ്യാറാകണം. ഈ നോൺ പ്ലാൻ ഫണ്ടിനത്തിലുള്ള 700 കോടി രൂപ നൽകണം. ഇവിടെ പാവപ്പെട്ട പെൻഷൻകാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകുവാനും PF അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുവാനും ഗവൺമെന്റ് മുന്നോട്ട് വരണം. കഴിവില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിക്കണം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പൂട്ടലിന്റെ വക്കത്താണ്.
ദൂർത്താണ് ഗവൺമെന്റ് നടത്തുന്നത്. നിങ്ങൾക്ക് കാശ് തരുന്നതിന് പകരം 150 കോടി രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്ത് 4ാം വാർഷികം ആഘോഷിച്ചത്, അല്ലേ? 4ാം വാർഷികം ആഘോഷിച്ചത്. ഓരോ മേഖലയിൽ കോടികളാണ്. പിണറായി വിജയന്റെ പടം വയ്ക്കാൻ കാസർഗോഡ് മുതൽ പാറശാല വരെ 25 കോടി രൂപ ഫ്ലക്സ് വയ്ക്കാൻ, അതുപോലെ തന്നെ പന്തല് കെട്ടാൻ 40 കോടി രൂപ, റീലെടുക്കാൻ മറ്റേ മരുമോന് റീലെടുക്കാൻ അതുപോലെ തന്നെ. ഇതൊക്കെ പാവപ്പെട്ടവന്റെ കാശാണെന്ന് മനസ്സിലാക്കണം. ദൂർത്തടിക്കാതെ അർഹതപ്പെട്ട മേഖലകളിൽ നാടിന്റെ പ്രയോജനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന തൊഴിലാളികൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകിയില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും എന്നുകൂടെ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. INTUC ജില്ലാ പ്രസിഡന്റ് പ്രതാപൻ ആശംസകൾ നേർന്നു. ഇവിടെ ജീവനക്കാരെ ഉപരോധിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ജീവനക്കാരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായല്ല. സ്ഥാപനം നടപ്പിക്കുന്ന മാനേജ്മെന്റും ഗവൺമെന്റും എടുക്കുന്ന അലംഭാവത്തിനെതിരെ, ഭരണരാഹിത്യത്തിനെതിരായി, തെറ്റായ നിലപാടുകൾ കൈക്കൊള്ളുന്ന ഗവൺമെന്റിന്റെ സമീപനത്തിനെതിരായി നടത്തിവരുന്ന നിരന്തരമായ സമരങ്ങളുടെ ഒടുവിലാണ് നമ്മൾ ഉപരോധ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തി നടത്തിയ ഒട്ടേറെ സമരങ്ങളുടെ സ്മൃതിപഥത്തിലൂടെ കടന്നു പോവുകയാണ്. എത്രയോ സമരങ്ങൾ. എല്ലാ സമരങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള സമരങ്ങളായിരുന്നു. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരങ്ങൾ ഇതര സ്ഥാപനങ്ങളുടെ ജീവനക്കാർക്കും കൂടി ബാധകമാകുന്ന ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള സമരങ്ങളാക്കി മാറ്റിയെടുക്കാൻ വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരും മനസ്സുകൊണ്ട് ഈ സമരത്തെ ഉപരോധത്തെ അംഗീകരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഗവൺമെന്റിനെതിരായി സമരം ചെയ്യാൻ കെൽപ്പില്ലാതെ പോയവർ പോലും ഗവൺമെന്റിനെതിരായി മുട്ടുചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അവരെ കൊണ്ട് കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ പോയതിന്റെ നിരാശ ബാധിച്ച സഹപ്രവർത്തകർ, സഹാക്കൾ, സുഹൃത്തുക്കളുടെ ഒക്കെയുള്ളവർ ഈ സമരത്തിന് മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഈ സമരത്തിന്റെ വിജയം. ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ മുദ്രാവാക്യങ്ങൾ വാട്ടർ അതോറിറ്റിയെ സുസ്ഥിരമായി, സ്വതന്ത്രമായി, നഷ്ടങ്ങളില്ലാതെ നിലനിർത്തുക എന്നുള്ളതാണ്. സ്ഥാപനം നിലനിന്നാൽ മാത്രമാണ് ജീവനക്കാർക്ക് ശമ്പളവും ജനങ്ങൾക്ക് പ്രയോജനകരവുമായി മാറുന്നത്. വാട്ടർ അതോറിറ്റിയെ സുസ്ഥിരമായി നിലനിർത്തുക, ഇതിനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നയിക്കാതിരിക്കുക, വാട്ടർ അതോറിറ്റിയുടെ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഗവൺമെന്റിന്റെ നയങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. പ്രിയപ്പെട്ടവരെ, വാട്ടർ അതോറിറ്റിയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ ചെറുതല്ല എന്നൊരു വസ്തുതയല്ലേ? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവകാശങ്ങൾ ചോദിക്കാത്തത് ആരെങ്കിലുമുണ്ടോ? എല്ലാ സംഘടനകളും അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള മുറവിളികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയല്ലേ? എവിടെയാണ് ഗവൺമെന്റ് ആ കാര്യത്തിനകത്ത് ചെവി കൊടുത്തത്? സംസ്ഥാന ജീവനക്കാരോട് ഇത്രയേറെ അകലം പാലിച്ചൊരു ഗവൺമെന്റ് സംസ്ഥാന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിനകത്ത് എത്രയേറെ അലംഭാവം കാണിച്ചൊരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയേറെ അലംഭാവം കാണിച്ച സർക്കാർ ജീവനക്കാരെ പടിക്ക് പുറത്തു നിർത്തിയ ഒരു സർക്കാർ വേറെ ഉണ്ടായിട്ടുണ്ടോ? 20% DA അല്ലേ ഈ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത്? ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളമുള്ള 23,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരാളിന് 20% DA കുടിശ്ശിക ഒരു മാസം എത്രായിരം രൂപയാണ് അവന് നഷ്ടമാകുന്നത്? കണക്കുകൾ അനുസരിച്ച് 60,000 കോടി രൂപ DAയും മറ്റാനുകൂല്യങ്ങളും അടക്കം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കണ്ടേ? 60,000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട പണം കൊള്ളയടിച്ച ഗവൺമെന്റ് ഈ ഗവൺമെന്റ്. കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റ് 20% DA അനന്തമായി അനിശ്ചയമായി നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? സർക്കാർ ജീവനക്കാരുടെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എവിടെ? ലീവ് സറണ്ടർ എവിടെ? അവർക്ക് വർഷം തോറും കൊടുക്കാനുള്ള, വീട് വയ്ക്കാനുള്ള അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട്. ബിൽഡിംഗ് ഹൗസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ് എവിടെ? അപ്പൊ സർക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും മുളയിലെ മുള്ളിക്കളഞ്ഞ ഗവൺമെന്റ് 20% DA കുടിശ്ശിക വരുത്തിയ ഗവൺമെന്റ് കേരള ചരിത്രത്തിലില്ല. ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ട കാലം കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇനിയും കൊടുത്തു തീർക്കാനുണ്ട്. ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ട കാലം കഴിഞ്ഞ് നടപ്പാക്കിയ ഗവൺമെന്റ്
സർക്കാരിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് മനസ്സോട് ലാത്തിയോങ്ങാൻ നിൽക്കുന്ന പോലീസുകാരടക്കം നമ്മളൊക്കെ വീട്ടിൽ വരുന്നവർ അവരൊക്കെ കിട്ടാനില്ല 20% DA നിങ്ങൾക്ക് ലീവ് സറണ്ടർ ഉണ്ടോ? മറ്റാനുകൂല്യങ്ങളുണ്ടോ? ഇവിടെ പെൻഷൻകാരുടെ സ്ഥിതി എന്താ? വാട്ടർ അതോറിറ്റിയിൽ അടക്കമുള്ള പെൻഷൻകാരുടെ സ്ഥിതി എന്താണ്? ജീവിതകാലം മുഴുവൻ ജീവിതത്തിന്റെ വസന്തകാലം മുഴുവൻ സർക്കാരിനെ സേവിച്ച് സർക്കാർ സേവനങ്ങൾ മുടങ്ങി വീട്ടിൽ വിരമിക്കുന്ന ആളുകളുടെ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ എവിടെ? പെൻഷൻകാരുടെ DA എവിടെ? എല്ലാ സ്ഥാപനങ്ങളെയും തുറക്കുന്ന ഭരണമില്ലാത്ത ഗവേണൻസ് ഇല്ലാത്തൊരു ഗവൺമെന്റുമായി പിണറായി വിജയൻ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയല്ലേ? വാട്ടർ അതോറിറ്റി സമരവുമായി നമ്മൾ മുമ്പോട്ട് വരുമ്പോ ജൽജീവൻ മിഷന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കേണ്ട 12,000 കോടി രൂപ കൊടുക്കാൻ ഗവൺമെന്റിന്റെ കൊടുക്കേണ്ട 12,000 കോടി രൂപ രാജ്യത്തെ സംസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന് നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് സർക്കാർ സ്ഥാപനങ്ങൾക്ക്, പഞ്ചായത്തുകൾക്ക്, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കെല്ലാം ജലവിതരണം ചെയ്യുന്നതിന് പണം ഈടാക്കുന്നു നമ്മൾ. അതിന് വർധനവ് വരുത്തിയ ഗവൺമെന്റ് ആ ജൽജീവൻ മിഷന് കൊടുക്കേണ്ട 12,000 കോടി രൂപ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് കൊടുക്കുന്നതിന് പകരം കേരള വാട്ടർ അതോറിറ്റിയെ ഒരിക്കൽ കൂടി പണയപ്പെടുത്താൻ ഗവൺമെന്റ് മുതിരുന്നു. അരുത് എന്ന് പറയുകയാണ് വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ. അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും നടക്കുന്നതിനിടയിൽ ജോലിക്ക് ഹാജരാകാനെത്തിയ ജീവനക്കാരെ പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി. പോരാട്ടത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ടാണ് പോലീസ് ഇടപെട്ട് സമരക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. സർക്കാർ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ സമരത്തിന്
മാന്യമായി സമരം ചെയ്ത നിങ്ങളെ ആരും അടിച്ചമർത്താൻ നോക്കണ്ട. അധികാരികളെ കേട്ടോളൂ. ഒന്നും തച്ചു തകർക്കാനല്ല. ജീവിക്കാനായി പോരാട്ടം. കേരളത്തിലെ ജീവനക്കാർക്ക് ജീവിക്കാനായി പോരാട്ടം. പോരാട്ടത്തിൻ മുൻനിരയിൽ ഒരേ ഒരു പ്രസ്ഥാനം. INTUC പ്രസ്ഥാനം. KWS പ്രസ്ഥാനം. സിന്ദാബാദ്. KWS സിന്ദാബാദ്. ഉപരോധ സമരം സിന്ദാബാദ്. ഇന്നീ സമരം സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും. ചെങ്കൊടി ഞങ്ങൾ കടൽ തത്തും, അറബിക്കടലിൽ കെട്ടിത്താക്കും. പറയുന്നതാരെന്നറിയാമോ? സ്വാതന്ത്ര്യത്തിൻ പോരാട്ടത്തിൽ ഉദിച്ചിരുന്നൊരു പ്രസ്ഥാനത്തിൽ അനുയായികളെന്നോത്തോളൂ. സിന്ദാബാദ്. KWS സിന്ദാബാദ്.